പല ആളുകൾക്കും ഭയങ്കര ഡൗട്ടാണ് ഇത്രയും ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്നൊക്കെ. ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ആദില തൗഫീഖ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഏർലി പ്രഗ്നൻസി, അതായത് ആദ്യത്തെ 3 മാസം, ഫസ്റ്റ് ട്രൈമസ്റ്റർ. അപ്പോൾ ഈ സമയത്ത് ഗർഭിണികൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഗർഭം ധരിക്കുന്ന ഒരു സ്ത്രീ ഒരു പ്രൈമിയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസം അവർ നേരിടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് പറയാം. കോമൺലി ഒരു 14 ആഴ്ച അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒരു 3 മന്ത്സ് വരെ യൂഷ്വലി കാണുന്നത് എന്താ, ഭയങ്കര നോസിയേറ്റിംഗ് ആയിരിക്കും, ഭയങ്കര ഓക്കാനായിരിക്കും, ഛർദി, അതുപോലെ ഭയങ്കര ക്ഷീണം, തളർച്ച, യൂറിനറി ഇറിറ്റേഷൻസ്, ബേണിംഗ് മെച്യൂറേഷൻസ്, മൂത്രക്കടച്ചിലുണ്ടാവും, അതുപോലെ തന്നെ മലബന്ധനം, കോൺസ്റ്റിപ്പേഷൻ. ഇതൊക്കെ യൂഷ്വലി ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആദ്യമായി ഒരു ഗർഭം ധരിക്കുന്ന ഒരു സ്ത്രീക്കൊക്കെ യൂഷ്വലി കാണുന്നതാണ്. നമുക്കിനി ഇതൊക്കെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാമെന്ന് യൂഷ്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്മെല്ലൊക്കെ ഉള്ള ഫുഡ് അത് നമ്മൾ കുക്ക് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം നമ്മുടെ വീടുകളിൽ. രണ്ടാമതായിട്ട് അവർക്ക് എന്താണോ താല്പര്യം ആ ഭക്ഷണങ്ങൾ അവർ കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് കഴിക്കുന്നത് ശരിക്കും അവരുടെ കുഞ്ഞിന്റെ ഓർഗനോജനസിസ്, അതായത് എന്താ പറയുക, ഹാർട്ട്, ലിവർ പോലത്തെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു സമയമാണ്. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും വയറ് കാലിയാക്കാതിരിക്കുക. ആസിഡിറ്റി പ്രൊവോക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ സ്പ്ലിറ്റ് മീൽസ് യൂസ് ചെയ്യുക, അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മണിക്കൂർ കൂടുമ്പോൾ ചെറുതായിട്ട് വല്ല നട്ട്സ്, അതുപോലത്തെ ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എപ്പോഴും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം വയറൊരിക്കലും എംപ്റ്റി ആക്കരുത്. ആസിഡിറ്റി അതുപോലെ നെഞ്ചരിച്ചിലൊക്കെ കൂടുതലായിട്ട് കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ വൊമിറ്റിംഗ് പ്രൊവോക്ക് ചെയ്യും. ഹൈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലബന്ധനം, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അത് എന്താ പറയുക, നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ പ്രശ്നങ്ങളും അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ അത് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഇനി നമ്മൾ കൂടുതലായിട്ട് അവരോട് പറയേണ്ടത്, സ്പൈസി ആയിട്ടുള്ള, എരിവ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്, ഫ്രൈഡ് ഐറ്റംസ്, ഡീപ് ഫ്രൈ ഐറ്റംസ് ഒക്കെ മാക്സിമം ഒരു ഗർഭിണിക്ക് കൊടുക്കാതിരിക്കുക. അതുപോലെ പല ആളുകൾക്കും ഭയങ്കര ഡൗട്ടാണ് ഇത്രയും ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്നൊക്കെ. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ആദ്യമായിട്ട് ഒരു ഗർഭിണി വരികയാണെന്നുണ്ടെങ്കിൽ ANC പ്രൊഫൈൽ എന്ന് പറയും, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ സെൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ഫാമിലി ഹിസ്റ്ററിയിൽ വീട്ടിലാർക്കെങ്കിലും ഷുഗർ, അതുപോലെ ഡയബറ്റീസ് പ്രൊവോക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, ഈവൻ ഇൻ കേസ് ഒബേസിറ്റി, ഹൈപ്പോതൈറോയിഡിസം, അങ്ങനത്തെ എല്ലാ ആളുകൾക്കൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും ഓറൽ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ മദർ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണ്, ഹസ്ബൻഡ് പോസിറ്റീവ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് പ്രിവെന്റ് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങൾ തന്നെയാണ്. കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്ക് ഏർലി പ്രഗ്നൻസി സ്കാൻ എന്ന് പറയും. ഈ ഏർലി പ്രഗ്നൻസി സ്കാൻ പലരും സ്കിപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ആ ഒരു ജസ്റ്റേഷൻ എവിടെയാണ്, ആ ഒരു സാക്ക് പുറത്താണോ, ഗർഭപാത്രത്തിന് പുറത്താണോ, എക്ടോപിക് എന്നൊക്കെ പറയും. അപ്പോൾ അത് എവിടെയാണ്, അതിന്റെ പൊസിഷൻ എന്ന ലൊക്കേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഏർലി പ്രഗ്നൻസി സ്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റേഷൻ, അതായത് ഒരു കുട്ടിയാണോ അല്ലെങ്കിൽ ഇരട്ട കുട്ടികളാണോ, മൾട്ടിപ്പിൾ ജസ്റ്റേഷൻ ആണെന്നൊക്കെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്, പല ആളുകൾക്കും ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ എന്നാ ഉണ്ടായത്, ഫസ്റ്റ് ഡേ എന്നാന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ആളുകളുടെ കേസിൽ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസി സ്കാനിൽ കാണിക്കുന്ന EDD എന്ന് പറയും. ആ ഡേറ്റ് ആണ് നമുക്ക് യൂഷ്വലി ആ ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് യൂഷ്വലി വരാറ്. അതുപോലെ ഫീറ്റൽ ഗ്രോത്ത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് ഏർലി പ്രഗ്നൻസി സ്കാനിലാണ് കിട്ടുക. നമ്മളടുത്തേക്ക് വരുന്ന ഒരാളടുത്ത് BP കാര്യങ്ങൾ ചോദിക്കണം. കാരണം മുന്നത്തെ പ്രഗ്നൻസിയിൽ BP ഉണ്ടെങ്കിൽ, നമുക്ക് ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് മെഡിസിൻസ് റെഗുലേറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ, എല്ലാ മെഡിസിൻസ് ഒന്നും നമുക്ക് പ്രഗ്നൻസി ടൈമിൽ കൊടുക്കാൻ പറ്റില്ല BP കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡയബറ്റിക് ഹിസ്റ്ററി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ മെഡിസിൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 14 വീക്സ് ഒരു 3 മന്ത്സിൽ നമ്മൾ ഫോളിക് ആസിഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ ഫോളിക് ആസിഡ് നമ്മുടെ എന്താ പറയുക, ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കാരണം വരുന്ന ഓരോ ന്യൂറൽ ടൂത്ത് ഡിഫക്റ്റുകൾ, അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഫോളിക് ആസിഡ് ഇങ്ങനെ ടാബ്ലറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ്സ് എ വിറ്റാമിൻ ടാബ്ലറ്റ് ആണ്. അത് മാത്രമാണ് നമ്മൾ യൂഷ്വലി കൊടുക്കാറ്. അയൺ ടാബ്ലറ്റ് നമ്മൾ കൊടുക്കില്ല, കാരണം ഓൾറെഡി ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ കൂടുതലാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. അപ്പോൾ അത് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ് അയൺ. അപ്പോൾ ഈ വീഡിയോ പല ആളുകളുടെയും ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം.